എൻ്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് വെറുപ്പില്ല. ഭാഷ തീർച്ചയായും മെച്ചപ്പെടുത്തും. മറുപടിയുമായി എ റഹീം. കർണാടക സർക്കാർ യലഹങ്ക, കൊകിലു, ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും 300-ലേറെ കൂരകൾ പൊളിച്ചു മാറ്റിയത് സന്ദർശിക്കാനെത്തിയപ്പോൾ ദേശീയ മാധ്യമങ്ങളോട് ഇംഗ്ലീഷിൽ പ്രതികരിച്ചതിലെ പിഴവുകളെ വിമർശിക്കുന്നവരോട് പ്രതികരണവുമായി എ റഹീം MP. എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരോട് ഒരു വെറുപ്പുമില്ല. എൻ്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് റഹീം പറയുന്നു. തനിക്ക് ഭാഷാ പരിമിതികളുണ്ടെന്നും എന്നാൽ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളുവെന്നും റഹീം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് യലഹങ്കയിലെ ഫക്കീർ കോളനിയിൽ വീട് ഇടിച്ചു നിരത്തപ്പെട്ടവരെ റഹീമിൻ്റെ നേതൃത്വത്തിലുള്ള CPM സംഘം സന്ദർശിച്ചത്. ഇതിനിടെയായിരുന്നു വ്യാപകമായ ട്രോളുകൾക്ക് കാരണമായ അഭിമുഖം. എൻ്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട്, പക്ഷേ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ. ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത്. ശബ്ദമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട 1000-ഓളം ദുർബലരായ ഇരകളെയാണ് ഞങ്ങൾക്കവിടെ കാണാനായത്. ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ. അവരുടെ ശബ്ദം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു. ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു. പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരോട് ഒരു വെറുപ്പുമില്ല. എൻ്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തും. പക്ഷേ ഒരു തെറ്റുമില്ലാതെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരെ ആരെയും ഇവിടെയെന്നല്ല, ബുൾഡോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടിട്ടില്ല. എൻ്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾഡോസറുകൾ തകർത്ത വീടുകളും അതിലെ സാധുക്കളായ കുറേ ഇന്ത്യക്കാരെയും നിങ്ങൾ കാണാതെ പോകരുത്. എൻ്റെ ഭാഷയെ ട്രോളുന്ന തിരക്കിൽ ആ ദുർബലരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇനിയും ശബ്ദമില്ലാത്തവരെ തേടിപ്പോകും, ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കും. റഹീം MP ഫേസ്ബുക്കിൽ കുറിച്ചു.